നമസ്കാരം. സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പുകളും മറ്റ് വിദ്യാർത്ഥി സഹായങ്ങളും പലതും വെള്ളത്തിൽ വരച്ച വരയാകുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളും +2 കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് ഒരു സ്ഥിരം ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ കുറെ കാലമായി ആവർത്തിച്ചു വരുന്ന ആ ഒരു ശീലത്തിന് ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കുസാറ്റിലേക്ക് കേരളത്തിൽ കൂടുതലായി വിദ്യാർത്ഥികൾ വരുന്നു. കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് കുസാറ്റിലേക്ക് വരുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കുസാറ്റിലേക്ക് ആകർഷിക്കുന്നതാകട്ടെ കേന്ദ്രം നൽകുന്ന സ്കോളർഷിപ്പുകളും ഒക്കെയാണ് എന്നതാണ് സൂചന. വിദേശികളെ പോലും ഇത്തരത്തിൽ കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ആകർഷിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കുസാറ്റ് എന്നറിയപ്പെടുന്ന കൊച്ചി സർവകലാശാല ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. കുസാറ്റിലേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ റെക്കോർഡ് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1410 വിദ്യാർത്ഥികളാണ് ഈ വർഷം മാത്രം ഇവിടത്തേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 1100-ഉം 2022-ൽ 8000-ഓളം അധികം വിദ്യാർത്ഥികളും പുറമേ നിന്ന് രാജ്യത്തിന് പുറത്തുനിന്ന് തന്നെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാണ് വിവരം. നൈജീരിയ, കെനിയ, സുഡാൻ, ഉഗാണ്ട തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഏറെ പേരും കുസാറ്റിലേക്ക് പഠനത്തിനായി എത്തുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മലേഷ്യ തുടങ്ങിയ ഇവിടങ്ങളിൽ നിന്നുമൊക്കെ അപേക്ഷകൾ വരുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലായിട്ടുള്ള സ്റ്റഡി ഇൻ ഇന്ത്യ വഴിയുമൊക്കെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത്. 100% സ്കോളർഷിപ്പ് നൽകുന്നതാണ് കുസാറ്റ്. സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ വഴി യൂണിവേഴ്സിറ്റിയിൽ 50% ഫീസ് ഇളവും ലഭ്യമാക്കുന്നുണ്ട്. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ വിഭാഗത്തിൽ നിരവധി അപേക്ഷകൾ ഇതിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. അമേരിക്ക, UAE, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ OCI അപേക്ഷകൾ ആയിട്ട് വരുന്നുണ്ട്. 8000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുസാറ്റിൽ 63 പേർ ഇപ്പോൾ വിദേശികളാണ് എന്നാണ് കണക്കുകൾ. ഇത്തരത്തിൽ എന്തായാലും കേരളത്തിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇതേ വളർച്ച വരുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണക്കാരായ എത്രയോ കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ പണം ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടുന്ന സാഹചര്യമാണ്. +2 ഡിഗ്രി വരെയൊക്കെ നിർബന്ധിത വിദ്യാഭ്യാസമായതുകൊണ്ട് മാത്രം, സർക്കാർ ആനുകൂല്യമുള്ളത് കൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന് വരികയും അവർ അത് ഒരു സമയം കഴിയുമ്പോൾ അത് നിർബന്ധിത വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല മാർക്ക്, ഉയർന്ന മാർക്ക് ഉണ്ടെങ്കിലും സീറ്റ് കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും പഠനത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്ന രീതിയിലുള്ള ഫീസ് ഒക്കെ ഈടാക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് താങ്ങാൻ സാധിക്കാത്ത ഒരു വിഷയമാണ്. അത് മാതാപിതാക്കൾക്ക് നൽകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ കഷ്ടതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ സ്വമേധയാ പഠനം നിർത്തുന്ന ഒരു സാഹചര്യം ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ മാറ്റി കേന്ദ്ര സർക്കാർ നൽകുന്നത് പോലെ നിരവധി വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നൽകി വിദ്യാർത്ഥികളെ കൂടുതൽ കേരളത്തിന് പുറത്തേക്ക് പോകാതെ തന്നെ സ്വന്തം നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമായി പറയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉടനടി തന്നെ തുടരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പണ്ട് കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. എങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിൽ പോയി പഠനം നടത്തുന്ന ഒരു ശീലം സ്ഥിരമാക്കി മാറ്റിയവരിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾ തന്നെയാണ്. മലയാളികൾ തുടർ പഠനത്തിന് കേരളത്തെ ഒരിക്കലും ആശ്രയിക്കാറില്ല. പലപ്പോഴും കേരളത്തിന് പുറത്തേക്ക് തുടർ പഠനം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സ്ഥിരമായി മാറുന്നുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ മാറ്റാൻ ഇനി സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്.